الله. بسم الله الحمد لله اللهم صل وسلم على نبينا محمد. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ബാബുൽ ബിദ്ദി വസ്സില, ബന്ധം ചേർക്കുന്നതിൻ്റെയും നന്മ ചെയ്യുന്നതിൻ്റെയും ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖി. നന്മകളിൽ ഒന്നിനെയും നീ നിസ്സാരമാക്കരുത്. നിന്റെ സഹോദരനെ സന്തോഷവദനായിക്കൊണ്ട് കണ്ടുമുട്ടുന്നത് പോലും, പുഞ്ചിരിച്ചുകൊണ്ട് കണ്ടുമുട്ടുന്നത് പോലും നീ അതൊരു നിസ്സാരമായി അതിനെ കാണരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുള്ള ചില കാര്യങ്ങളാണ് അതൊരു ചെറിയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് ഒഴിവാക്കാറുള്ള ഒരു കാര്യമാണ്. പ്രവാചകൻ പറയുന്നത് അത് നിസ്സാരമാണെങ്കിലും നിങ്ങൾ ഒഴിവാക്കരുത്, അതിനെ ചെറുതായി കാണരുത്. കാരണം ഒരു പുഞ്ചിരിക്കുക എന്നുള്ളതിന് ഒരു സമ്പത്തിൻ്റെ ആവശ്യമില്ല, കൈകാലുകൾ അനക്കേണ്ട ആവശ്യമില്ല. വളരെ നിസ്സാരമായ മുഖത്തെ ചില പേശികൾ അനങ്ങിയാൽ തന്നെ പുഞ്ചിരി എന്നുള്ളതാവും. എങ്കിൽ ആ നിസ്സാരമായ കാര്യത്തെ പോലും അതൊരു സൽക്കർമ്മമാണ്, അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട്, നിങ്ങളതിനെ ഒഴിവാക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. ഇത് മറ്റു ചില ഹദീസുകളിലും പ്രവാചകൻ ഇതിൻ്റെ നിസ്സാരത ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മറ്റു ചില ഹദീസിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞത്, ഒരാൾ വഴിയിലൂടെ നടന്നു പോവുകയാണ്, റജുലുൻ യംശി ബിത്വരീഖിൻ വജദ ഉസ്ന ശൗക്കിൻ അല ത്വരീഖി ഫഅഖറഹു എന്നാണ്. അയാളുടെ വഴിയിൽ ഒരു മുള്ളുള്ള ഒരു കമ്പ് കിടക്കുന്നത് കണ്ടു. ആ കമ്പെടുത്ത് അദ്ദേഹം മാറ്റി. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് നൽകിയതെന്താണ്? ഫശക്കറല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് നന്ദി കാണിക്കുകയും ഫഗഫറ ലഹു, അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരാൾ വഴിയിലൂടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഉപദ്രവം കണ്ടു. അത് മറ്റുള്ള ആളുകൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ അത് അദ്ദേഹം അവിടെ നിന്ന് മാറ്റി. പ്രവാചകൻ പറഞ്ഞു, ഫഅദ്ഖിലൽ ജന്ന, ഫഉദ്ഖിലൽ ജന്ന, അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. നിസാരമായ കാര്യമാണ്, പക്ഷെ അതിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം അത് വമ്പിച്ച പ്രതിഫലമാണ്. അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലൂടെ പറഞ്ഞത്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അതിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ്. ആ നന്മയുടെ ഒരു വലിപ്പം അല്ലാഹു പറഞ്ഞിട്ടില്ല, അതൊരു ചെറിയതാകണം വലിയതാകണം ഒന്നും പറഞ്ഞിട്ടില്ല. അതൊരു ചെറിയ നന്മയാണെങ്കിൽ പോലും അതിന് ഇരട്ടി പ്രതിഫലമുണ്ട്, 10 ഇരട്ടി പ്രതിഫലം അയാൾക്ക് ഉണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. മാത്രമല്ല, ഈ ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ അവിടെ പൊറുക്കപ്പെടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള പറയുന്നതായിട്ട് കാണാം, നന്മകളിൽ വല്ലതിനെയും നിസ്സാരമായി കാണുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. കാരണം ഒരു പക്ഷേ ആ ഒരു ചെറിയ നന്മ കൊണ്ടായിരിക്കാം അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുക എന്നാണ്. നരകത്തിൽ അതിൻ്റെ വക്കിലെത്തുന്ന സമയത്ത് ഒരു വേള ഒരു നന്മ കൊണ്ട് സ്വർഗത്തിലേക്ക്, ഒരു തിന്മ കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന, അപ്പം അതിൽ ഈ ഒരു ചെറിയ നന്മക്ക് വളരെ വലിയ പ്രാധാന്യം, അതൊരു സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിഷയമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരു ചെറിയ നന്മയാണെങ്കിലും അത് നന്മയായിക്കൊണ്ട് തന്നെ കാണണം. പലപ്പോഴും വീടുകളിലൊക്കെ സൽക്കരിക്കുന്ന വിഷയത്തിലേക്കാണ് ഇത് പ്രധാനമായിട്ട് ഉണ്ടാവല്. അതൊക്കെ എൻ്റെ വീട്ടിൽ വല്ലാതൊന്നുമില്ല, വലിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലേ സൽക്കാരത്തിന് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആടിൻ്റെ കുളമ്പാണെങ്കിൽ പോലും, കുളമ്പൊക്കെ എല്ലാവരും ഒഴിവാക്കുന്നതാണ്, എന്നാൽ അത് വെച്ചിട്ടൊരു കറിയാണ് അത് വെച്ചിട്ടുള്ളൊരു കറിയാണ് വീട്ടിലുള്ളതെങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബാക്കൾ വിളിക്കുമായിരുന്നു. പ്രവാചകൻ അതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ, അതിനൊക്കെയാണ് എന്നെ വിളിക്കുന്നത് എന്നല്ല പറഞ്ഞത്. അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് പ്രവാചകൻ ആ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ്. എല്ലാ നന്മകളും അത് ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ ഗൗരവത്തോടെ നമ്മൾ കാണുന്നതാണ്. അത് നന്മകളെ മാത്രമല്ല, തിന്മകളെയും പല ആളുകളും അത് നിസ്സാരമായി കാണുന്ന ഒരവസ്ഥ. ചെറിയ തിന്മയല്ലേ, അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചെറിയ ചെറിയ തെറ്റുകൾ. ഇയ്യാകും വമുഹഖറാത്തി ദുനൂബ്, ചെറിയ ചെറിയ തിന്മകളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം. അത് ചെറിയ ചെറിയ കമ്പുകൾ കൂട്ടിയിട്ട് അതൊരു കൂമ്പാരമായി മാറുന്നത് പോലെ ചെറിയ ചെറിയ തിന്മകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വൻപാപങ്ങളായി അത് മാറുന്ന. അതുകൊണ്ട് തിന്മകളെ നിസ്സാരമായി കാണാൻ പാടില്ല. ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് കാണാം, നമ്മൾ പാപങ്ങളെ എത്ര നിസ്സാരമാക്കുന്നോ അത്രത്തോളം അള്ളാന്റെ അടുക്കൽ അതിന് ഗൗരവം കൂടുന്നതാണ്. നമ്മൾ എത്ര ഒരു പാപത്തിന് അതിൻ്റെ ഏറ്റവും നല്ല ഗൗരവം കൊടുക്കുന്നോ അത്രയും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് നിസ്സാരമായി അള്ളാഹു കാണുമെന്നാണ്. അതുകൊണ്ട് നന്മകളും തിന്മകളും അതെത്ര ചെറുതാണെങ്കിലും അതിനെ നിസ്സാരമായി കാണുക എന്നുള്ളത് വളരെയധികം ഗൗരവമേറിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നന്മയെയും അത് വളരെ ചെറുതാണെങ്കിൽ പോലും അതിനെ ഗൗരവത്തോടുകൂടി കാണാനും, തിന്മകൾ അത് ചെറുതാണെങ്കിൽ പോലും അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.